ഈ പാറയിൽ കൂടെ തന്നെ ഞാൻ പോവുകയും വരികയും ചെയ്യുന്നത്. അതുമല്ല വീണ് കാലൊടിഞ്ഞ് കമ്പി ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് അറിയില്ല ഇത് എവിടെ പോയി ചോദിക്കണമെന്ന്, ആരടുത്ത് കംപ്ലൈന്റ് പറയണമെന്ന്. പിന്നെ കറണ്ടാണ് ഇല്ലാത്തത്. കറണ്ട് ഇല്ല, വെള്ളം ഉണ്ടോടാ? വെള്ളമില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, വെള്ളമില്ല. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് ഇവിടത്തുള്ള മെമ്പർമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ. ഈ പറയുന്ന പരാതികളൊക്കെ വനരോധനങ്ങളായി അവശേഷിക്കുന്ന ഭീകര കാഴ്ച. നമസ്കാരം. ഇത് എന്താ പറഞ്ഞാൽ കല്ലമ്പലം ചാത്തമ്പാറ പയ്യൂർക്കുളം എന്ന സ്ഥലമാണ്. മാന്യ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ 2 വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നൊരു വാർത്ത ചെയ്തായിരുന്നു. ആ വാർത്തയ്ക്കകത്ത് എൻ്റെ ഈ പിറകിൽ കാണുന്ന വീട്, ഇവിടെ ഒരു മാടമായിരുന്നു. ഈ വീടൊരു മാടമായിരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ അച്ഛൻ പുറത്തിറങ്ങിപ്പോണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ വാർത്ത ചെയ്തു. ആ സമയത്ത് ഇവിടെയൊക്കെ ഈ കാണുന്ന ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പോഴും മാറ്റില്ല. അന്ന് ഈ വീട് 2 കഴുക്കോലുണ്ട് അവർ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വാർത്ത ചെയ്തത്. വല്ലാത്തൊരു ഗതികേടായിരുന്നു. അന്ന് ഈ അമ്മമാരൊക്കെയാണ് എനിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ നടന്നു വന്നതാണ്. പക്ഷേ ഇപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് അറിയാൻ കഴിയുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട് ഇവിടെ നമ്മൾ ആ വാർത്തേൻ്റെ പേരിൽ അവർക്ക് അനുവദിച്ചു, വാർപ്പ് കഴിഞ്ഞു. അത് ഇവിടുത്തെ മെമ്പറായിരുന്ന കുഞ്ഞുമോൾ ചേച്ചിയൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വീട് കിട്ടിയത്. അന്ന് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഇവിടുത്തെ മെമ്പറോട് എന്നെ ഉടക്കി. അത് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെല്ലാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടാണ് വരേണ്ടത്, ജനങ്ങളാണ് നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങൾ ഇങ്ങോട്ട് ഇവിടുത്തെ മെമ്പറായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ടാണ് വരേണ്ടത്, അല്ലാതെ ഞാൻ അങ്ങോട്ടല്ല വരേണ്ടത്, നിങ്ങൾ കാണേണ്ടത് ജനങ്ങളുടെ ജീവിതമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയമൊക്കെ ഉണ്ടായ വാർത്തയായിരുന്നു. പക്ഷേ നമ്മളാ വാർത്ത ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഇടപെട്ടു. അതിന് ഫലമായിട്ട് ഒരുപാട് കുഞ്ഞുമോൾ ചേച്ചി മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇടപെട്ടതിന് ശേഷം അവർക്ക് ആ വീട് വാർപ്പ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്നെ 2 വർഷം കഴിഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച, അന്ന് ഈ വീട് 2 മരക്കുറ്റി കൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോൾ കാഴ്ച 2 കമ്പ് കൊണ്ട് ഈ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ വെളിച്ചമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, ഒന്നുമില്ല. വീടിൻ്റെ അവസ്ഥ കണ്ടോ? ഇതാണ് അവസ്ഥ. അന്ന് ഞാൻ വരുമ്പോൾ ഈ ഒരു കഴുക്കോൽ ഇങ്ങനെ കെട്ടി അവർ 4 തൂണിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരിദ്ര്യം തുളച്ചു നീറ്റിയിട്ടാണ് ഈ പറയുന്ന പിണറായി മുഖ്യമന്ത്രി നമ്മളെ മന്ത്രിമാരൊക്കെ പറയുന്നത്. എന്ത് ദാരിദ്ര്യം, എവിടെ തുറച്ച് നീക്കാനായിട്ട്. ഇത് കണ്ടോ? ഇതാണ് അവസ്ഥ. ഒന്ന് നോക്കി ഈ പ്ലാസ്റ്റിക് ഷീറ്റ്. ഇവിടെയൊക്കെ ഒരു ആരെങ്കിലും ഒരു സ്ത്രീകൾക്ക് താമസിക്കാൻ പറ്റുമോ? അവർക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത്? അതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങൾ, ഗവൺമെൻറ്റുമാണ്. അതുപോലെ കിടക്കുകയാണല്ലേ. നമ്മളന്നൊന്നും എല്ലാ വീടും, അന്ന് ഞാൻ ഇവിടെ ഈ കുന്നെല്ലാം കയറിറങ്ങിയ വാർത്ത ചെയ്താണ്. പക്ഷേ ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം ആ വീട് മാത്രം അന്ന് നമ്മൾ ചേച്ചിയെ ഇടപെട്ടുള്ളത് ചെയ്യല്ലേ, അന്വേഷണം ചെയ്ത് മുന്നേ കിട്ടിയതാണ്. കുഞ്ഞുമുള്ള ഇടപെട്ടല്ലേ, ചേച്ചിയെ ഇടപെട്ടു. ചേച്ചിയായിട്ട് ഇടപെട്ടാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം. അന്ന് പിന്നെ മാക്സിമം അവരൊക്കെ ഒരു രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് കിട്ടി. ഞാൻ വിളിച്ചിരുന്നവരെ. അപ്പോൾ അവർ ഇടപെട്ടാണ് ആ വീട് അങ്ങനെ ആയത്. വീടില്ല, ഇതേപോലെയാണ്. പിന്നെ കറണ്ടാണ് ഇല്ലാത്തത്. കറണ്ട് ഇല്ല, വെള്ളം ഉണ്ടോടാ? വെള്ളമില്ല. 6-ാം വാർഡ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇല്ല. 6-ാം വാർഡിൽ 3 വീട് പിന്നെ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ളു. ബാക്കി ഇങ്ങനെ കറങ്ങി ഇത്രയും വീടുകാർക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഈ വീടും സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയൊന്നുമല്ല. നമ്മുടെ നാഷണൽ ഹൈവേക്ക് മാക്സിമം 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്ററിനകത്ത സ്ഥലമാണ് ഇതൊക്കെ. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, വെള്ളമില്ല, വൈദ്യുതിയില്ല. അവരാരടുത്ത് തർക്കിക്കട്ടെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അവരാരടുത്ത് പോയി ചോദിക്കായി, ഏത് രാഷ്ട്രീയക്കാരടുത്ത് പോയി ചോദിക്കായി. അവർക്ക് അറിയില്ല ഇത് എവിടെ പോയി ചോദിക്കണമെന്ന്, ആരടുത്ത് കംപ്ലൈന്റ് പറയണമെന്ന്. പറഞ്ഞു മടുത്തു. ആ കൂടി പറയാൻ പറ്റുന്ന മെമ്പറുടെ അടുത്തൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ, അല്ല മന്ത്രിയുടെ അടുത്ത് പോയി പറയാൻ പറ്റൂ. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥകള്. നമ്മളത് എന്താ പറയാൻ, ഇപ്പൊ അതിന് ഉത്തരമില്ല. ജനങ്ങൾ പൊക്കോട്ടേ ഇരിക്കും. ഒന്നിലും ഉറച്ച് പറയുകയാണ്. ഞാനും എൻ്റെ ഇളയ മോളും കൂടെ നമുക്ക് വേണം, പൈപ്പ് ലൈൻ വേണം, റോഡ് വേണം. റോഡും ഇല്ല. റോഡുകൾ അന്ന് പോയി കണ്ടില്ലേ? ആ റോഡ് തന്നെ ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീണ്ടും വന്നു. കാരണം ഇത് വളരെ ദൂരെയൊന്നും അല്ല, നാഷണൽ ഹൈവേ മാക്സിമം 2 കിലോമീറ്റർ കുറച്ച് നടന്നു വരണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ജീവിതങ്ങളും കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട്, ദുരിതപൂർണ്ണം. ഈ പാറയിൽ കൂടെ തന്നെ ഞാൻ പോവുകയും വരികയും ചെയ്യുന്നത്. അതുമല്ല വീണ് കാലൊടിഞ്ഞ് കമ്പി ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയാണ്. കിണർ എനിക്ക് ആ തൊടിയിലുണ്ട്. അവിടെ നിന്ന് എനിക്ക് വാട്ടർ മില്ലിക്ക് എൻ്റെ ആവശ്യത്തിനകത്ത് വെള്ളം എൻ്റെ ഇപ്പോഴും ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോയ മോനാണ് കോരിക്കൊണ്ട് വരുന്നത്. ഞാനൊന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് വന്ന ആൾക്കാർക്ക് ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി കയറ് കെട്ടി നടന്ന് കയറേണ്ട ഒരു അവസ്ഥ ഞാൻ കാണിച്ചായിരുന്നു. വോട്ട് ചോദിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് വരണതല്ലാതെ വേറൊരു കാര്യവും തിരക്കാൻ ഇങ്ങോട്ട് വരുന്നതേ ഇല്ല.
ഇനി ഇത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് ഇവിടത്തുള്ള മെമ്പർമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ അന്ന് അവര് മനാഫായിട്ട് വോട്ട് അന്ന് ചോദിക്കാൻ മനാഫായിട്ട് വരുമ്പോൾ അവര് member. കാണുമല്ലേ? ഇപ്പൊ ആരാ member? അല്ലാത്തപ്പോഴും അവര് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും നമ്മളെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് അവരൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അല്ല അന്ന് മനാഫായിരുന്നു മെമ്പർ. അന്ന് മനാഫ് വിളിച്ചിട്ട് നമ്മുടെ അടുത്തെല്ലാം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസ് എല്ലാം പറഞ്ഞു. അതെ, അതെ, ഇപ്പൊ ആരാ മെമ്പർ അമ്മ? ഇപ്പൊ കുഞ്ഞോള് കുഞ്ഞു വിളിച്ച് പിന്നെ ജയിച്ചു. ജയിച്ചു. ഇവർക്ക് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ അടുത്ത് ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ പറഞ്ഞാൽ ഒരു വോട്ടിട്ട് കൊടുക്കണം. അവർക്ക് ഈ കഥയൊക്കെ അറിയാം, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും അവർ അത്രയൊക്കെ അല്ല ഉള്ളൂ. ഞാൻ അറിഞ്ഞത് അന്ന് ഈ കുഞ്ഞുമോളേശി വന്ന് ഇടപെട്ട ശേഷമാണ് പിന്നെ സമരം ബഹളമൊക്കെ ഉണ്ടാക്കി വീട് കിട്ടുന്ന അറിഞ്ഞത്. ശരിയാണോ? ശരി അത് ശരിയാണോ? എനിക്ക് അറിഞ്ഞില്ല. ശരിയാണ്. പിന്നെ ഈ ഒരു ശോചനീയ അവസ്ഥ ചെഞ്ചുവാണ് എൻ്റെ വീടിന് ശ്രദ്ധയിൽപ്പെടുത്തിയത്. കാരണം വെച്ചാൽ ഇങ്ങനെ ചേട്ടാ നിങ്ങളന്ന് വന്നപ്പോൾ ഒരു വീട് കിട്ടി, പക്ഷേ ബാക്കിയുള്ളൊരു അവസ്ഥയ്ക്ക് ഇങ്ങനെയാണെന്ന് എൻ്റെ പറഞ്ഞു. അതുകൊണ്ടാണ് വീട് ഞാൻ വന്നത്. ഒരു പക്ഷേ അതിദാരിദ്ര്യം പാർട്ടി വരെ മാറിയത്. പാർട്ടി മാറിയോ? പാർട്ടി മാറി. ഒരു തോടെയാണോ കുഞ്ഞോട് ജയിച്ചേക്കുന്നത്. അത് കിട്ടുമെന്ന് ഉള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അയ്യോ, അപ്പൊ നിങ്ങളൊക്കെ മാറിയിട്ടാണ് ചേച്ചി ജയിച്ചതല്ലേ? പാർട്ടിയിലുള്ള വിശ്വാസമൊക്കെ അവർക്ക് പോയി. അവർക്ക് ഇപ്പൊ ഇനി വ്യക്തിപരമായിട്ടും പാർട്ടി അതെ വ്യക്തി നമുക്ക് ഓടിപ്പോയി പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവർക്ക് വോട്ടിട്ട്. അല്ലാതെ പാർട്ടി എവിടെ ഏത് പാർട്ടി പോയി പറയാം? പാർട്ടി ഇല്ല ഇവിടെ. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് മീൻസ് നമ്മളെപ്പോഴും ഒരു പാർട്ടിക്കല്ല വോട്ട് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പിന്നെ നമ്മളെ സഹായിക്കുന്ന വ്യക്തിക്കായിരിക്കും വോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫലങ്ങൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരുപാട് അട്ടിമറിക്കപ്പെട്ടു. കാരണം ഇതൊക്കെയാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് വോട്ട് കൊടുക്കുന്നത്. പക്ഷേ ഒരു ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ പിന്നെ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോഴത്തേക്ക് പാർട്ടിക്കായിരിക്കും വോട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ അട്ടിമറി സ്വതന്ത്രമായിരുന്ന ആൾക്കാർ അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. ഏതായാലും 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്കത് എന്നെ വിളിച്ച് ചിഞ്ചുവ വിളിച്ച് പറഞ്ഞപ്പോൾ ഓടി ഞാൻ വന്നു. ഇപ്പോൾ കണ്ട കാഴ്ച ഈ വീട് അന്ന് ഞാൻ കഴുക്കോല് കെട്ടിക്കൊണ്ട് സമയത്താണ് ഞാൻ വന്നത്. ഇപ്പോഴും ആ വീട് ടാർപോളിന് മടഞ്ഞിരിക്കുന്ന അവർക്കൊന്നും ഒരു അനുകൂലം കിട്ടിയിട്ടില്ല. അടുക്കള അവിടെ നിന്നുള്ള ആ വെള്ളം മൊത്തം ഇറങ്ങി ഇതിനകത്ത് കയറും. മഴ ആയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റും. ഫുള്ള് വെള്ളം ഭാഗത്ത് കയറുമല്ലേ? ഈ പറയുന്ന പരാതികളൊക്കെ വനരോധനങ്ങളായി അവശേഷിക്കുന്ന ഭീകര കാഴ്ച.